ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, മുഖ്യമന്ത്രിയുടെ ന്യായീകരണങ്ങളെയും വാദങ്ങളെയും ഒക്കെ PV അൻവർ അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിക്കുന്നതും എതിർക്കുന്നതും. പലയിടത്തും പരോക്ഷമായി തന്നെ മുഖ്യമന്ത്രിക്കിട്ട് കുത്തുന്നുമുണ്ട്. അതിന് പക്ഷേ പാവം മുഖ്യമന്ത്രി പൊട്ടക്കിണറ്റിലെ തവളയാക്കാൻ മറ്റു ചിലർ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള മനോഹരമായ വാദപ്രതിവാദങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ വാക് സാമർഥ്യത്തിലൂടെയാണ് PV അൻവർ അതൊക്കെ ന്യായീകരിക്കുന്നത്. എന്തായാലും പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ താൻ പുറത്തേക്ക് പൊക്കൊള്ളാം എന്നുള്ള നിലപാട് തരുന്നുണ്ട്. അതല്ല, പാർട്ടി എന്തു പറയുന്നുവോ അതനുസരിക്കും എന്നുള്ള നിലപാടിലേക്കും PV അൻവർ എത്തുന്നു. അപ്പോൾ PV അൻവറിന്റെ പുറകിൽ ശക്തമായ ഒരു സാന്നിധ്യമുണ്ട്. അതിന്റെ പിൻബലത്തിൽ തന്നെയാണ് ഉച്ചയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് കണക്കിന് കൊടുത്തുകൊണ്ട് തന്നെ വൈകിട്ട് PV അൻവറിന്റെ പ്രതികരണം ഉണ്ടായത്, അല്ലേ? PV അൻവർ അത് സ്വാഗതം ചെയ്യുകയും P ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമാണ് അന്വേഷിക്കാത്തത്, അതിന് പിന്നീട് ആലോചിക്കാമെന്ന് പറയുകയും ചെയ്തു. ഈ അവതാരക പറഞ്ഞതുപോലെ PV അൻവർ മുഖ്യമന്ത്രിയോ ഇടതുപക്ഷത്തെയും തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം ഒന്നാമതായിട്ട് പറഞ്ഞതാണ് മാമി തിരോധാനം. മാമി തിരോധാനത്തിൽ അവിടുത്തെ ക്രൈംബ്രാഞ്ച് SP-ക്കും പോലീസിലൊക്കെ പങ്കുണ്ടെന്ന് പറഞ്ഞു. അത് അന്വേഷിക്കാനായിട്ട് ആ ടീമിനെ മാറ്റി ഉത്തരമേഖല ക്രൈംബ്രാഞ്ച് IG പ്രകാശിനെയും DYSP പ്രേമനെയും വെച്ച് അന്വേഷണ സംഘം രൂപീകരിച്ചു. അതുപോലെ തന്നെ അൻവർ നേരിട്ട് നൽകിയ പരാതികൾ അന്വേഷിക്കാനായിട്ട് പ്രത്യേക പോലീസ് സംഘത്തെ രൂപീകരിക്കുകയും ഇന്ന് 3 മണിക്കൂറാണ് പാലക്കാട് ഷൊർണൂറുള്ള PWD ഗസ്റ്റ് ഹൗസിൽ വെച്ച് PV അൻവറിന്റെ മൊഴി അവർ രേഖപ്പെടുത്തിയത്. പിന്നെ ADGPക്ക് അനധികൃത സ്വത്തുണ്ടെന്ന് പറഞ്ഞതിനെ അന്വേഷിക്കാനായിട്ട് വിജിലൻസ് SP ജോണിക്കുട്ടിയും വിജിലൻസിന്റെ ഡയറക്ടർ യോഗേഷ് ഗുപ്തയും ചുമതലപ്പെടുത്തി, ഓർഡറായി കഴിഞ്ഞു. പിന്നെ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരുന്നത് സുജിത്ദാസിനെ കുറിച്ചായിരുന്നു. അദ്ദേഹമാണ് ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. അദ്ദേഹത്തിന്റെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ അൻവർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്കെല്ലാം ഗവൺമെന്റ് നടപടിയെടുത്തു. അതുപോലെ തന്നെ ബാക്കി പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾക്കെതിരെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ നിയോഗിച്ചിട്ടുണ്ട്. ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് PV അൻവറിന്റെ മൊഴിയെടുത്തത്. പിന്നെ ഒരു കാര്യം മുഖ്യമന്ത്രി വളരെ അസന്നിഗ്ധമായിട്ടും വളരെ വ്യക്തമായിട്ടും പറഞ്ഞു, ഒരു ഭരണാധികാരി ശക്തനായ ഒരു ഭരണാധികാരിയാകുന്നത് തീരുമാനങ്ങളിൽ അദ്ദേഹത്തിന്റെ അടിയുറച്ചുള്ള നിലപാടാണ്. ആ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ആരെങ്കിലും ഒരാൾ ഒരു പരാതി തന്നാൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷിച്ച് വ്യക്തമായ തെളിവുകൾ കിട്ടുന്നത് വരെ നടപടിയെടുക്കാൻ പറ്റില്ല. ഇവിടെ PV അൻവർ ശശിക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരു തെളിവും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആകെ തെളിവ് വിട്ടത് അതിന് കാരണം PV അൻവർ ഇന്ന് 5 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. താങ്കൾ പറഞ്ഞതുപോലെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് വെച്ചിട്ടാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി സംസാരിച്ചത് എന്ന് PV അൻവർ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ആരുടെ റിപ്പോർട്ട്? ADGP സ്ഥാനത്തിരിക്കുന്ന ആൾ അതേ തൽസ്ഥാനത്ത് തുടരുമ്പോൾ ആരും ഈ തെളിവുകൾ നൽകാൻ തയ്യാറാകില്ല. ആ റിപ്പോർട്ടാണോ മുഖ്യമന്ത്രി വായിക്കുന്നത് എന്ന് എടുത്തു ചോദിക്കുകയുണ്ടായി. പിന്നെ വിജിലൻസിന്റെ അന്വേഷണം, അതിൽ വിശ്വാസക്കുറവുണ്ട് എന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് PV അൻവർ. അപ്പൊ അൻവർ വിശ്വസിക്കേണ്ടല്ലോ. ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ പറഞ്ഞ ADGPയുടെ ടീമൊന്നും അല്ലല്ലോ അന്വേഷിക്കുന്നത്. മാമി തിരോധാന കേസിൽ അന്വേഷിക്കുന്ന ഒരു IG പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ്. അതുപോലെ തന്നെ ADGP വിജിലൻസ് അതിന്റെ ഡയറക്ടർ യോഗേഷ് ഗുപ്തയാണ്. അത് ADGP ആയിട്ട് യാതൊരു ബന്ധവുമല്ല. വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നു. അവരെല്ലാവരും റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഹോം സെക്രട്ടറിക്കാണ്. ഹോം സെക്രട്ടറി ചീഫ് മിനിസ്റ്റർക്ക് റിപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ADGP അൻവറിന് ഈ പറയുന്ന അന്വേഷണങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അവർ നേരിട്ട് DGPക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ADGP ആയിട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, നാളെ ഈ ജനം ചാനൽ രോഹിണിക്കെതിരെ ഒരു സ്റ്റാഫ് വന്നൊരു പരാതി പറഞ്ഞാൽ ഉടനെ അങ്ങ് പുറത്താക്കുകയാണോ ചെയ്യുന്ന നടപടി? അന്വേഷിക്കും. അന്വേഷിച്ച് ആ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി എടുക്കും. അതല്ലേ അതിന്റെ ജനാധിപത്യമായ ക്രമം എന്ന് പറയുന്നത്. ആ ജനാധിപത്യ ക്രമം അനുസരിച്ച് അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട്. PV അൻവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അദ്ദേഹത്തിന്റെ പരാതി അദ്ദേഹം DGPക്ക് കൊടുത്തു, മുഖ്യമന്ത്രി കൊടുത്തു. പ്രധാനമായി 11 കാര്യങ്ങൾ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. ആ 11 കാര്യങ്ങളും അന്വേഷിക്കുന്നതിനായിട്ട് മുഖ്യമന്ത്രി DGPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ വരും, അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് ശശിക്ക് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ PV അൻവർ പറയുന്നത് പോലെ ഏതെങ്കിലും വ്യാജ ലോബികളുമായി ബന്ധമുണ്ട് എന്ന് പാർട്ടിക്ക് ബോധ്യം വന്നാൽ പാർട്ടി നടപടിയെടുക്കും. അതുകൊണ്ട് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ. പരമാവധി വന്നാൽ 10-20 ദിവസത്തിനകത്ത് അന്വേഷണ റിപ്പോർട്ട് വരും. പക്ഷേ ഇവിടെ
ഉച്ചയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നമ്മളെല്ലാം കണ്ടതാണ്. പി ശശിയെ ഇങ്ങനെ സംരക്ഷിച്ച് പിടിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം തുടർന്നത് എന്ന് മാത്രമല്ല, നമ്മൾ കണ്ടതല്ലേ PV അൻവർ MLA പശ്ചാത്തലം ചോദിച്ചത്, രാഷ്ട്രീയ പശ്ചാത്തലം ചോദിച്ചത്. ഇതൊക്കെ PV അൻവർ MLA സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും ADGPയെയും പി ശശിയെയും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണല്ലോ, അതും വളരെ ശക്തമായി തന്നെ ഒരു നിലപാടാണല്ലോ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അത് തന്നെയാണ് രോഹിണി ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും കാഴ്ചപ്പാട്. കാരണം CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് പി ശശി. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് സ്റ്റാഫിനെ തീരുമാനിക്കുന്നത്. ആ തീരുമാനപ്രകാരമാണ് അവിടെ പി ശശി ആ സ്ഥാനത്തിരിക്കുന്നത്. അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ വ്യക്തമായ തെളിവുകൾ വേണം. ഒരു സാധാരണ ഒരു ഉദ്യോഗസ്ഥന് ഡെപ്യൂട്ടേഷൻ കൊടുത്ത് അവിടെ എത്തിയേക്കല്ല. പാർട്ടിയുടെ സംസ്ഥാന തലത്തിലെ പ്രമുഖനായ ഒരു നേതാവ് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് വന്ന് ഒരു ആരോപണം പറഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ശരിയാണെങ്കിൽ നടപടിയെടുക്കും. അല്ലാതെ അദ്ദേഹത്തിന് ഇന്നങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആരോപണം ഞങ്ങൾ അംഗീകരിക്കല്ലേ? അങ്ങനെ അദ്ദേഹം പറഞ്ഞല്ല തെളിവാണെന്ന് വരികയല്ലേ. പിന്നെ അൻവറിന്റെ കാര്യം, അദ്ദേഹം സംശയത്തിന്റെ മുനയിലാണ്. ഞങ്ങൾക്ക് സംശയമുണ്ട്. കാര്യം ദുബായും മലപ്പുറവുമായിട്ട് കേന്ദ്രീകരിച്ച് കരിപ്പൂർ എയർപോർട്ടുമായിട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ ആരോപണം വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു വശത്ത് ലോബിയെ സംരക്ഷിക്കാനാണ് അൻവർ ശ്രമിക്കുന്നത്. അദ്ദേഹത്തെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അൻവർ ഇത്രയും കൃത്യമായ രേഖ സംശയം ഇടതുപക്ഷത്തിനുണ്ട്. അതായത് PV അൻവർ ആരുടെ ചട്ടുകമാകുന്നു എന്നുള്ള സംശയം അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പിന്നിൽ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന MLA മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ ആദ്യം ബോധിപ്പിക്കേണ്ടത് LDF നേതാക്കന്മാരെയാണ്. ആ നേതാക്കന്മാരെ ബോധിപ്പിച്ചതിന് ശേഷമായിരുന്നു അദ്ദേഹം പരസ്യ പ്രസ്താവനയായിട്ട് പോകേണ്ടത്. അല്ലാതെ പരസ്യ പ്രസ്താവനയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ധൈര്യം കൊടുക്കുന്ന ഏതോ ഒരു ശക്തി പുറകിലുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഈ സ്വർണ്ണ ലോബികൾ തന്നെ ഒരുപക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് സ്വർണം പുറത്തു വരുന്നതും പുറത്തിട്ട് പിടിക്കുന്നതും എല്ലാം കൃത്യമായിട്ട് എങ്ങനെ അൻവർ അറിയുന്നു? അപ്പോൾ തീർച്ചയായിട്ടും ഈ ലോബിയുമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും രഹസ്യബന്ധമുണ്ടോ? അതും അന്വേഷണത്തിന് പരിവരും. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീ ബൽദേവ്, ഈ ലോബി എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് PV അൻവറിന്റെ പുറകിൽ ശക്തമായ കരങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് പുറത്തു നിന്നുള്ള രാഷ്ട്രീയമാണോ അതോ അകത്തു നിന്നുള്ള വിഭാഗീയതയുടെ പിൻബലമായി പിണറായിയുടെ ശക്തി പരമാവധി കുറയ്ക്കുക, ഇനി ഒരവസരത്തിനായി പിണറായി ഉപയോഗിക്കരുത് എന്ന് കരുതുന്ന ഇതിനുള്ളിൽ തന്നെയുള്ള ഒരു സംഘമാണോ? പ്രിയപ്പെട്ട രോഹിണി, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പാർട്ടിക്കകത്തുകൊണ്ട് വേല കാണിച്ചാൽ എത്ര വലിയവനായാലും പുറത്തു പോയതിന്റെ തർക്കമൊന്നുമില്ല. CPM-നകത്ത്, വിശേഷിച്ച് CPM എന്ന് പറയുന്ന പാർട്ടി, അതിനകത്ത് നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ ആരും വേല കാണിക്കത്തില്ല. അത് പാർട്ടിയുടെ ചട്ടക്കൂടാണ്. പാർട്ടിക്ക് നിങ്ങൾ പറയുന്നത് പോലെ എടുത്തു പറഞ്ഞ ഒരു വാചകമുണ്ട്, പാർട്ടിക്ക് വേണ്ട എങ്കിൽ താൻ അതിൽ നിന്ന് മാറിക്കൊള്ളാം എന്ന്. പാർട്ടി ഇതുവരെ PV അൻവറിനെ തള്ളി പറഞ്ഞില്ല, ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും. ഇന്ന് ഈ അവസാന മണിക്കൂറിലും PV അൻവർ വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത്. അതല്ല, ഈ പാർട്ടി തനിക്കെതിരെ പറയില്ല എന്നുള്ള ധൈര്യമാണോ? അവിടെയാണ് ഈ വിഭാഗീയതയാണോ എന്നുള്ള ചോദ്യം ഉയരുന്നത്. ഒരിക്കലുമല്ല. PV അൻവറിനെ പാർട്ടി വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത് ഞാനായാലും ഇടതുപക്ഷ മുന്നണി ഞങ്ങൾ നിൽക്കുന്നു, നാളെ ഞങ്ങളുടെ പാർട്ടി മുന്നണിയിൽ വേണ്ടാന്ന് പറഞ്ഞാൽ പുറത്തു പോയേ പറ്റൂ. എത്രയോ വലിയ പാർട്ടികളെ, വീരേന്ദ്രകുമാറിന്റെ ഒക്കെ പാർട്ടി ഇതിനകത്ത് പുറത്തു പോയിട്ടില്ലേ, പുറത്തെടുത്ത് കളഞ്ഞിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് അതിനകത്ത് കാര്യമൊന്നുമില്ല. പാർട്ടിക്ക് ഇടതുപക്ഷ മുന്നണിക്കും CPM-നും വേണ്ടാന്ന് തീരുമാനിച്ചാൽ അൻവറിന് പുറത്തേക്ക് പോകാനേ പറ്റൂ, അകത്ത് നിൽക്കാൻ പറ്റില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണ്ട എന്ന് തീരുമാനിക്കുന്നതിൽ നിന്ന് പിൻവലിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ? പലരുടെയും പല രഹസ്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ പുറത്തു പറഞ്ഞിരിക്കുന്നത് തെളിവ് സഹിതം അൻവർ ഇനിയും പുറത്തു വിട്ടേക്കുമോ എന്നുള്ള ഭയം? പുരോഹിതി ഒരു തെളിവ് പറ. ഇത്രയും അൻവർ ആകെ പുറത്തു വിട്ട എന്താ? അല്ല, അൻവർ പറഞ്ഞതിന്, അൻവർ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എന്തുകൊണ്ടാണ് തെളിവ് പുറത്തു വിടാത്തതെന്നും എന്തുകൊണ്ടാണ് കൂടുതൽ തെളിവ് വരാത്തതെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഞാനെന്ന് പറയേണ്ട രോഹിണി, ഒരു തെളിവും അൻവറിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് സുജിത്തിന്റെ ഒരു ഫോൺ മാത്രമായിരുന്നു. ആ ഫോൺ അദ്ദേഹം കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു സംസാരം മാത്രം. അത് ആരുമായിട്ട് സംസാരിച്ചതാ? സുജിത്തും അൻവറുമായിട്ട് സംസാരിച്ചത് അൻവർ റെക്കോർഡ് ചെയ്തു. അതുകൊണ്ട് എല്ലാവരെയും കേൾപ്പിച്ചു. അതിന് നടപടിയും എടുത്തു. ബാക്കി ഇത്രയും നാളായിട്ട് അദ്ദേഹത്തിന്റെ രേഖകളുണ്ടെ പുറത്തുവിടട്ടെ. ഇന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞല്ലോ, പി ശശിക്കെതിരെ നടപടി ഉണ്ടാകില്ല. പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്, പാർട്ടിയാണ് തീരുമാനിച്ചത്. അപ്പോൾ അൻവറിന് ഉണ്ടെങ്കിൽ പുറത്തുവിടാമല്ലോ. എന്തുകൊണ്ട് തെളിവ് പുറത്തുവിടുന്നില്ല? അപ്പൊ വെറുതെ വന്നു നിന്ന് വാക്കമ്പ് അടിച്ചാൽ അത് കേട്ടുകൊണ്ട് നടപടി എടുക്കുന്ന പ്രസ്ഥാനം ഒന്നുമല്ല ഇടതുപക്ഷ പ്രസ്ഥാനം CPM ഒന്നും. തീരുമാനങ്ങൾ വരട്ടെ. തെളിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുജിത്തിനെടുത്തതുപോലെ നടപടികൾ സുജിത് ദാസിനെതിരെ എടുത്തതുപോലെ എല്ലാവർക്കും എതിരെ ഉണ്ടാവും. അതിന് തർക്കമൊന്നുമില്ല.